ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്പർ 2 എന്ന കേക്കിൻ്റെ ഓർഡറാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഖത്തറിൽ നിന്നിട്ടുള്ള ഓർഡറാണ്. ഖത്തറിൽ നിന്ന് അനസാണ് നമുക്ക് കേക്കിന് ഓർഡർ തന്നിട്ടുള്ളത്. കേക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ അസു, ഹാപ്പി ബർത്ത്ഡേ സാഹി. അങ്ങനെ 2 പേരാണ്. നമുക്ക് 2 പേരുടെ ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 പേരും കേക്കിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാഗ് കൊടുത്തിട്ട് ഫ്ലാഗിലാണ് ഹാപ്പി ബർത്ത്ഡേ അസു എന്നും ഹാപ്പി ബർത്ത്ഡേ സാഹി എന്നും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇന്ന് 9-ാം തീയതിത്തെ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ 8-ാം തീയതിയാണ് കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിറ്റേ ദിവസത്തെ ഓർഡർ ഞാൻ തലേന്ന് തന്നെ ചെയ്യാറ് കേട്ടോ. ഇന്നലെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് ഫുൾ കേക്കും ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ തീരെ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു നാളെ രാവിലെ ഫ്രഷായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ കേക്കിൻ്റെ പണി തുടങ്ങി കേട്ടോ. കേക്കിൻ്റെ പണി തുടങ്ങിയപ്പോൾ വിചാരിച്ചു എന്തായാലും നമ്പർ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈവിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കേക്കിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാതും ലൈവിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ അതേപോലെ തന്നെ കേക്ക് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയതായി പഠിക്കുന്ന പിള്ളേർക്കും കേക്ക് ചെയ്യാൻ പാഷനുള്ളവർക്കൊക്കെയും ഇത് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഈ കേക്ക് 3 കിലോൻ്റെ കേക്കാണ് നമ്മുടെ കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് കറക്റ്റ് അളവിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പിശുക്കിയിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ലാവിഷായിട്ട് തന്നെ ചെയ്യും. നമ്മൾ കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 3,457, 58 അങ്ങനെ ഇങ്ങനെ മിന്നി വരുന്നുണ്ട്. ഓക്കെ, ഒരു 50 ഗ്രാമല്ലേ കുറവുള്ളൂ. അപ്പോൾ 3.5 കിലോ നമുക്ക് പൈനാപ്പിൾ കേക്കിനാണ് ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ വാങ്ങിയിട്ട് അതിൻ്റെ ക്രഷൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ അതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ നുറുക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്ത് വറ്റിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. അതാണ് നമ്മുടെ കേക്കിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഗനാഷും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഗനാഷിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരു പ്രത്യേക ഒരു കേക്ക് ടേസ്റ്റാണ്. നമ്മുടെ വാലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ് വരിക. പിന്നെ അത്യാവശ്യം നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈനാപ്പിളും കിട്ടും. കണ്ടില്ലേ നമ്മുടെ അസു സാഹി എന്നുള്ള ഫ്ലാഗ് ഇങ്ങനെ പറക്കണത് കാറ്റിന്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിനെ പറ്റിയിട്ടുള്ളത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈവായിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ലൈവിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും മറക്കാതെ എല്ലാവരും കാണണം. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ ഞാൻ സാധാ വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.